അവൾ അതും കൊണ്ടുപോവും. കൂടെ സാറിന്റെ അനിയന്റെ ജീവിതവും പോവും. ഇങ്ങനെയൊക്കെ ഉള്ളതിനെ വിശ്വസിക്കാൻ പറ്റില്ല സാർ. ഇതുപോലെ അനുഭവമുള്ളവരെ എനിക്കും പരിചയമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അത് ഞാൻ എപ്പോഴും ആലോചിക്കും. എന്ത് വടിച്ചെടുക്കുന്ന കാര്യോ? അല്ലടോ, അന്ന് കാർ നിർത്താതെ താൻ പോയിരുന്നെങ്കിൽ ഈ വീട്ടിൽ കിടന്ന അടുക്കള ജോലിയും മാഡത്തിന്റെ അടിയും ഒന്നും കൊള്ളണ്ടായിരുന്നു. എന്നോട് നന്ദിയും കടപ്പാടൊന്നും കാണിക്കണ്ട. ഒരിറ്റ് സ്നേഹം, മനുഷ്യത്വം, അത് മാത്രം മതി. അതാണ് ഒട്ടും കിട്ടാത്തത്. വെറുതെ സംസാരിച്ചപ്പോ തന്നെ താൻ ഇങ്ങനെ. ഇനി കുറച്ച് സ്നേഹം കൂടി കാണിച്ചാ താൻ പ്രേമൊന്നും പറഞ്ഞു ഒലിപ്പിച്ചുകൊണ്ട് എന്റെ പുറകെ നടക്കും. ഒന്നാമത് തന്നെ കണ്ടാ തന്നെ അറിയാൻ താൻ ഒരു കോഴിയാണെന്ന്. അതിനിടയില് ഞാൻ തീറ്റ കൂടെ ഇട്ട് തന്നാലേ താൻ ഒരിക്കലും എന്നെ വിട്ടു പോവില്ല. ഞാനെന്തിനാ വെറുതെ എന്റെ കുഴി തന്നെ തോണ്ടുന്നേ? ഓഹോ, അപ്പൊ ഇതൊക്കെയാണ് കുട്ടിയുടെ മനസ്സിൽ അല്ലേ? ചില കാര്യങ്ങളിൽ എനിക്ക് തീരുമാനം എടുക്കാനുണ്ട്, പ്രത്യേകിച്ചും കേസിന്റെ കാര്യത്തിൽ. ഞാനൊരു കോഴിയല്ലേ? അങ്ങനെ അല്ലാത്ത ഒരാളെ താൻ കണ്ടുപിടിച്ചോ, എന്നിട്ട് അച്ഛനെ പുറത്തിറക്ക്. അയ്യോ, അങ്ങനെ പറയില്ലേ. എങ്ങനെ പറയില്ലെന്ന്? അല്ല, അങ്ങനെയുള്ള കടുത്ത തീരുമാനങ്ങളൊന്നും ഡ്രൈവർ വക്കീലെടുക്കരുത്. ഞാൻ പറഞ്ഞതിനൊക്കെ ക്ഷമ ചോദിക്കുക. പെട്ടെന്ന് ഞാനൊരു തീരുമാനം എടുത്തെന്നുള്ളൂ. പക്ഷെ കുട്ടി എന്നോട് ക്ഷമ ചോദിച്ചതുകൊണ്ട് ഞാൻ തൽക്കാലം ക്ഷമിക്കുന്നു. അല്ലെങ്കിൽ എല്ലാം ക്ഷമിക്കാൻ ആണുങ്ങൾക്കല്ലേ പറ്റൂ. കോഴി 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 കോഴി. താൻ ക്ഷമിക്കൊന്നും വേണ്ട, അത് ഞാൻ വെറുതെ പറഞ്ഞതാ. എന്ത് വന്നാലും താൻ സഹായിക്കുമെന്ന് എനിക്കറിയാം. നമ്മൾ എന്ത് പറഞ്ഞാലും നമ്മളെ വിട്ടുപോകാത്ത ഒരാളോട് നമുക്ക് എന്തും പറയാം. അങ്ങനെ ഒരാളാ എനിക്ക് താൻ. അതവസാനം സന്തോഷമാണോ വേദനയാണോ തരുന്നതെന്ന് എനിക്കറിയില്ല. എല്ലാം ഈശ്വരന്റെ തീരുമാനം പോലെ ആവട്ടെ. മനസ്സിലായോ? ഇല്ല. അത് മനസ്സിലാവുന്ന ദിവസമാ താൻ കൂടുതൽ സന്തോഷിക്കാൻ പോകുന്നത്. ഇപ്പൊ അത്രയും മനസ്സിലാക്കിയാ മതി. മനസ്സിലായോ? മനസ്സിലാവാത്തത് മനസ്സിലായെന്ന് പറഞ്ഞാ മനസ്സിലാവാത്തത് കൂടി മനസ്സിലായെന്ന് വരും. മനസ്സിലായോ? താനെന്ത് മാങ്ങാത്തൊലിയൊക്കെയാണ് പറയുന്നത്? ചിന്നു മഹിയും ചിന്നുവും നല്ല ചേർച്ചയുണ്ടല്ലേ? ചിന്നു മഹിയുടെ ജീവിതത്തിലേക്ക് വന്ന അത് അവന്റെ ഒരു ഭാഗ്യം കൂടിയാവും. അതിന് പക്ഷേ മേഡം സമ്മതിക്കില്ലല്ലോ. അവർ ഒന്നാകണമെന്നല്ലേ തന്റെ ആഗ്രഹവും? മഹി എന്തിനാ ആ ജോലിക്കാരി പെണ്ണുമായിട്ട് ഇത്ര അടുത്തിടപഴകുന്നത്? അതാ ഞാനും ആലോചിക്കുന്നത്.
എപ്പോ നോക്കിയാലും രണ്ടും ഒരുമിച്ചാ. വലിയ തലവേദന ആവുന്നതിന് മുന്നേ ആ തള്ളയും മോളയും ഇവിടുന്ന് പറഞ്ഞു വിട്ടൂടെ? അതിന് അമ്മ സമ്മതിക്കണ്ടേ? എത്ര കാലമായിട്ടും ഞാൻ പറയുന്ന കാര്യം ഇത്. അമ്മ സമ്മതിച്ചില്ലെങ്കില് അവസാനം അമ്മയ്ക്ക് തന്നെ തലവേദനയാവും. ജോലിക്കാരിയായിട്ട് നിൽക്കുന്നവള് വീട്ടുകാരിയാവും. ഒന്നാമതേ രണ്ടിന്റെയും പ്രായം അതാ. അതിനിടയിൽ കൂടെ അവസരങ്ങളും കൂടി നമ്മളായിട്ട് ഉണ്ടാക്കി കൊടുത്താ പിന്നെ അവർക്ക് എളുപ്പമായില്ലേ? സത്യം പറയാലോ സാർ, ഈ വീട്ടില് ഒരു അച്ചടക്കവും ഇല്ല. ഓരോരുത്തരും ഓരോ വഴിക്കാ. ജോലിക്കാരാണെങ്കിൽ ആ വഴിക്ക്. നമുക്ക് ഓഫീസിലെയും ഇവിടത്തെയും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഇനി ജോലിക്കാരുടെയും കാര്യം കൂടെ നമ്മൾ നോക്കണോ? അല്ല, ഈ മഹി എന്താ ജോലിക്ക് പോവാത്തെ? എപ്പോഴും ഇവിടെ കറങ്ങി നടക്കുന്നത് കാണാലോ. അവനെന്തോ അഡ്വക്കേറ്റ് ആണെന്നല്ലേ പറയുന്നത്. അവന് പ്രാക്ടീസിന് പൊക്കൂടെ? ഇത് ഞാൻ ആരോട് പറയാൻ ഐശ്വര്യ? പറഞ്ഞ ആര് കേൾക്കാനാ? പറഞ്ഞാൽ കേൾക്കണം. സാറിന്റെ അനിയനല്ലേ അവൻ. അപ്പൊ സാറ് പറയുന്ന കാര്യം അവന് കേട്ടല്ലേ പറ്റൂ. നാളെ നല്ലൊരു കുടുംബത്തിൽ നിന്ന് നല്ലൊരു ആലോചന വരേണ്ട പയ്യനല്ലേ അവൻ. നാടോടികളായി ഇവിടേക്ക് വന്ന ജോലിക്കാരുടെ പിന്നാലെ നടന്ന് അവൻ അവന്റെ ഭാവിയും ജീവിതവും നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അതിനി അവന് സ്വയം മനസ്സിലായില്ലെങ്കിൽ ചേട്ടനായ സാർ തന്നെ അവനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഇല്ലെങ്കിൽ ഈ കുടുംബത്തിന് പിന്നീട് വലിയ നാണക്കേടുണ്ടാവും. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലാതാവുകയും ചെയ്യും. അമ്മയ്ക്കൊരു സഹായമാവട്ടെ എന്ന് കരുതിയാ ജോലിക്കാരെ വെച്ചേക്കുന്നത്. ഇതിപ്പോ അവരെ കൊണ്ട് പൊറുതി മുട്ടിയ ലക്ഷണമാ. അല്ലെങ്കിൽ ആ പെണ്ണിനൊരു ഉളുപ്പ് വേണ്ടേ? മഹി ഈ വീട്ടിലെയാണെന്നും അവൾ ഇവിടുത്തെ വേറൊരു ജോലിക്കാരിയാണെന്നും അവൾക്ക് തോന്നണ്ടേ? ദേ സർ, ഞാൻ ഇപ്പോഴേ ഒരു കാര്യം പറയാം. പ്രേമം നടിച്ച് മഹിയുടെ കൂടെ കൂടി പണമാണ് അവള് ലക്ഷ്യമിടുന്നെങ്കിൽ അവൾ അതും കൊണ്ടുപോവും. കൂടെ സാറിന്റെ അനിയന്റെ ജീവിതവും പോവും. ഇങ്ങനെയൊക്കെ ഉള്ളതിനെ വിശ്വസിക്കാൻ പറ്റില്ല സർ. ഇതുപോലെ അനുഭവമുള്ളവരെ എനിക്കും പരിചയമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ആ അമ്മയുടെയും മകളുടെയും കാര്യത്തിൽ സാറ് തന്നെ ഒരു തീരുമാനം എടുത്തേ പറ്റൂ. എന്നിട്ട് മഹിയെ പറഞ്ഞ് വിലക്കണം. ചിന്നും അമ്മയും ഇവിടെ നിന്ന് പോവേണ്ടത് എന്റെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. അല്ലെങ്കിൽ ഇപ്പൊ വേലക്കാരിയായി നിൽക്കുന്ന ചിന്നു നാളെ അകത്തമ്മയുമാവും, ഞാൻ വേലക്കാരിയുമാവും. അതിനു മുമ്പ് രണ്ടിനെയും ഇവിടുന്ന് കെട്ടുകെട്ടിക്കണം. എന്റെ അമ്മയും അനിയത്തെയും ഇവിടുന്ന് പുറത്താക്കിയേ പറ്റൂ.